ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കുന്നത് ഒരു മന്തി ഉണ്ടാക്കുന്നതാണ്. ഈ മന്തി ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോഴത്തെ ട്രെൻഡായ കുടുക്കാച്ചി ബിരിയാണി പോലെ മൺകലത്തിൽ വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുടുക്കാച്ചി മന്തി എന്ന് പറയാൻ വേണമെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയ ചിക്കനാണ്. ചിക്കനെല്ലാം വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി ബസ്മതി റൈസ് കുതിർത്തിയെടുത്തതാണ്. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തതാണ്. ഈ കപ്പിന് 1.5 കപ്പ് റൈസാണ് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു സവാള കട്ട് ചെയ്തതും, ഒരു തക്കാളിയും, ഒരു പച്ചമുളകും, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എന്നിവ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് എന്നിവയെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരഞ്ഞു കിട്ടും. ഈ മൺകലത്തിലാണ് ഞാനിവിടെ നമ്മുടെ മന്തി റൈസ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അടുപ്പിലോട്ട് വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുന്നേ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഇതിലേക്ക് മന്തി സ്പൈസോ അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഈ പൊടി ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തത്. അത് എങ്ങനെ തയ്യാറാക്കിയെടുത്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് ചെറിയ തോതിൽ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് മല്ലി സീഡും കൂടി വേണ്ടതായിരുന്നു. അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കൂട്ടിലേക്ക് ഇനി 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിലാണ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഇനി വെള്ളത്തിലോട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. വല്ലാതങ്ങ് വെന്ത് പോവരുത്, ചെറിയ തോതിലൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ആവശ്യത്തിനുള്ള വേവായി തുടങ്ങി. ഇനി ഓരോന്നായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ എടുത്തു മാറ്റിയിട്ട് അതിലേക്ക് 2 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരി വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയിൽ നിന്ന് അല്പം ചേർത്തിട്ട് അരിയിട്ട് വേവിക്കുകയാണ്.
ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തീ ഓഫ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ചോറും ഇവിടെ മുക്കാൽ ഭാഗം വെന്ത് തുടങ്ങി. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ലെവൽ ചെയ്തിട്ട് ചിക്കൻ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതും ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ മന്തിയിൽ ഉണ്ടാവാറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണിത്. ഇതിന് പകരം യെല്ലോ ഫുഡ് കളറും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ മഞ്ഞളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലായിട്ട് ഒഴിച്ചിട്ടുള്ള ആ ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുക. അതിലേക്ക് 2 കഷ്ണം തീക്കനൽ ഇട്ട് കൊടുക്കുക. മന്തിയുടെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ തീക്കനലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ പുകഞ്ഞു വരും. ആ സമയത്ത് ഒരടപ്പ് വെച്ച് നമുക്കിത് മൂടിയെടുക്കാം. ഇതിൻ്റെ സൈഡിലൂടെ കുറഞ്ഞ തോതിലൊക്കെ പുക പോകുന്നുണ്ടാവും. അത് അത്രത്തോളം കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ സ്റ്റീൽ പാത്രം ഒന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. നമ്മുടെ സ്വാദൂറും കുടുക്കാച്ചി മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.